ഏറെ പ്രതീക്ഷകളോടെയാണ് വയനാട് സ്വദേശി ജിനേഷ് ജോലി തേടി ഇസ്രായേലിലേക്ക് പോയത്. അവിടെ കെയർ ഗീവറായി ജോലി ചെയ്ത് വരവെ 5 മാസം മുമ്പാണ് ആ നടക്കുന്ന വാർത്ത എത്തിയത്. ജോലി ചെയ്യുന്ന വീട്ടിൽ ജിനേഷ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത. വീട്ടുടമയായ 80-കാരിയെ കുത്തേറ്റ് മരിച്ച നിലയിലും കണ്ടെത്തി. ജിനേഷിൻ്റേത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതിൽ പോലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതിനിടെയാണ് ആ വീട്ടിൽ വീണ്ടും ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ജിനേഷിനു പിന്നാലെ ഭാര്യ രേഷ്മയും ജീവനൊടുക്കിയപ്പോൾ അനാഥയാകുന്നത് അവരുടെ 4 വയസ്സുകാരിയായ മകളാണ്. ബത്തേരി കോളിയാടി പെലക്കുത്തി വീട്ടിൽ ജിനേഷ് പി സുകുമാരൻ വയനാട്ടിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഇസ്രായേലിലേക്ക് പോയത്. പ്രായമായവരെ പരിചരിക്കുന്ന കെയർ ഗീവറായാണ് ജിനേഷിന് ജോലി ലഭിച്ചത്. ജെറുസലേമിന് സമീപം മേവസേരറ്റ് സിയോനിൽ ജോലി ചെയ്യുന്ന വീട്ടിലാണ് കഴിഞ്ഞ ജൂലൈയിൽ ഈ 38-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുടമസ്ഥയായ വയോധികയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവരുടെ ഭർത്താവിനെ പരിചരിക്കുന്ന ജോലിയായിരുന്നു ജിനേഷിന്. ഇവരുടെ ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് 80-കാരിയെ കുത്തേറ്റ് മരിച്ച നിലയിലും ജിനേഷിനെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. ഇരുവരെയും ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ അതോ വയോധികയെ കൊന്ന് ജിനേഷ് ജീവനൊടുക്കിയതാണോ എന്നതൊന്നും ഇനിയും വ്യക്തമായിട്ടില്ല. ജിനേഷിൻ്റേത് കൊലപാതകമാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം ഭാര്യ വയനാട് കോളേരി സ്വദേശി രേഷ്മ മാനസികമായി ഏറെ തകർന്ന നിലയിലായിരുന്നു. സത്യാവസ്ഥ അറിയാനായി ഇസ്രായേലിലുള്ള മലയാളി സുഹൃത്തുക്കളെയും അധികൃതരെയും രേഷ്മ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായാണ് ഇവരുടെ ബന്ധുക്കൾ പറയുന്നത്. 34-കാരിയായ രേഷ്മയെ 2 ദിവസം മുമ്പാണ് വിഷം കഴിച്ച നിലയിൽ കണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജിനേഷിന് പിന്നാലെ രേഷ്മയും കാലത്തിൻ്റെ കൈപിടിച്ചത് നാടിനെയാകെ കണ്ണീരിലാക്കിയിട്ടുണ്ട്. വീട്ടിലെത്തുന്നവർക്കെല്ലാം സങ്കട കാഴ്ചയാണ് ദമ്പതിമാരുടെ 4 വയസ്സുകാരിയായ മകൾ തമ്പുരു എന്ന ആരാധ്യ. ഒന്നും അറിയാത്ത പ്രായത്തിലാണ് ഈ പിഞ്ചുകുഞ്ഞിന് മാതാപിതാക്കളെ നഷ്ടമായിരിക്കുന്നത്. ജീവിക്കാൻ വഴിതേടി ഇസ്രായേലെത്തിയ ജിനേഷിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന ആവശ്യത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. ഇക്കാര്യത്തിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ആവശ്യം.